ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 2 weeks ആയി. ആൻഡ് ഇന്നലെ ഖത്തർ ഏകദേശം കോർണിഷ് എല്ലാം പോയി കണ്ടു. ഇവിടെ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകണം. കോർണിഷിൽ ബീച്ചുണ്ട്, സോ അവിടെ പോയി മീൻ പിടിക്കും. ആൻഡ് ലെറ്റ്സ് ഗോ. സോ എന്നെ കൊണ്ടുവന്നിട്ടുള്ള വണ്ടി ഇപ്പോൾ വരും. ഞാനും എൻ്റെ കസിനും നമ്മുടെ കമ്പനിയിലുള്ള കുറച്ച് എൻജിനീയേഴ്സും പയ്യന്മാരും എല്ലാം കൂടാണ് പോകുന്നത്. ആൻഡ് അവർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, ഏകദേശം ഇപ്പോൾ എത്താറായി കാണും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. യെസ്, നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. 2 പേരെ ഉള്ളത്. ജിജോ ഉണ്ട്, നമ്മുടെ കമ്പനി എൻജിനീയറും ഉണ്ടെന്ന് തോന്നുന്നു. പോയിട്ട് വരാം. അവിടെ ഇത് മറ്റേ മിസ്രികളെ കൊണ്ടതാക്കുന്നത്. ഞാനുണ്ട്, നമ്മുടെ കമ്പനിയിൽ ഒരു എൻജിനീയർ ഉണ്ട്. നമ്മൾ പോയിട്ട് കാണുന്ന സ്ഥലത്തായിട്ടാണ് നമ്മൾ പോകുന്നത്. വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും T20 കോർണിഷ് ആൻഡ് ഇവിടാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് വരുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈ കൂറയൊന്നും എടുക്കാതെ എൻ്റെ കാണുന്നതാണ് ദോഹ സിറ്റി സെൻറ്റർ. സിറ്റി സെൻറ്റർ ഇതാണ് ഇന്നലെ നമ്മൾ കണ്ട നീളമുള്ള ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ബിൽഡിംഗ്. ഗൈസ്, ഇതാണ് നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്ന സ്പോട്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് സെറ്റ് ആക്കണം. ആൻഡ് ഇവിടെ എവിടെയെങ്കിലും വന്ന് ചൂണ്ടയിടാനിരിക്കണം. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് തപ്പി വെസ്റ്റ് ബീച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അകത്ത് കയറ്റി വിടാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഉറപ്പില്ല, അല്ലേ? അതെ, അകത്ത് കയറ്റി വിടത്തില്ല, ഇവിടെ നിൽക്കാം. ജിജോയെ പോയി ചോദിച്ചിട്ട് വരട്ടെ. പോയി ചോദിച്ചിട്ട് അങ്ങനെ അത് പെയ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നു. ആൻഡ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണ് ഇവിടെ നടക്കാൻ അങ്ങോട്ട്? ഇതന്നെയാണോ? ഇങ്ങനെ മീൻ പിടിക്കാനുള്ള
വള്ളം കെട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ മീൻ പിടിക്കണം. ഫിഷിംഗ് റോഡൊക്കെ കയ്യിലുണ്ട്. ചിൻസ കാണിച്ചേ. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യണ്ടെന്ന് പോലും അറിയാത്ത ടീമൊക്കെയാണ് വന്നേക്കുന്നത്. എന്താ ലുക്ക്. ഞങ്ങൾ നേരെ കടലിലേക്കാണ് പോകുന്നത് ഗോയ്സ്. അങ്ങനെ കടലെത്തി. അങ്ങനെ നമ്മൾ ചൂണ്ടയിടാനുള്ള സ്ഥലം തപ്പി നടക്കുകയാണ് ഗോയ്സ്. നല്ലൊരു സ്പോട്ട് നോക്കി ഈ സാധനം വെച്ച് റെഡിയാക്കി വേണം എടുക്കാൻ. സീ ദ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഫോണിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ലെവലിലേ കാണാൻ പറ്റത്തുള്ളൂ. ഇൻസ 4K വീഡിയോ എടുക്കും ഇൻസ. ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് മീനിടാം. അല്ല ചൂണ്ടയിടാം. സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട്. പക്ഷേ ചൂണ്ടയിടാനായിട്ട് ബെയ്റ്റും കൊണ്ട് ആരും അതിന് വന്നിട്ടില്ല ഇതുവരെ. ആൻഡ് അവർ വന്നിട്ട് വേണം ബെയ്റ്റ് ഇട്ട് പുറണവേലും കിട്ടുമോ നോക്കാനായിട്ട്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഗൈസ് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായില്ലേ? ദേ ഈ മഹാൻ വിളിച്ചതാണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടി പോസ്റ്റ്. ചൂണ്ടയും പിടിച്ചോണ്ട് എവിടെ ഇരിപ്പുണ്ട്. എത്ര നേരമായി? ഈ ഗോഡ്. ഇതിലും വല്ല റൂമിലിരുന്ന് വല്ല സിനിമയും കാണും. അയ്യോ, ചൂണ്ടയിടാൻ ഇറങ്ങിയതാ പാതിരാത്രി. വന്നോ? വന്നു, രക്ഷപ്പെട്ടു. മഹാന്മാരെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചൂണ്ടയിടാൻ പോവാണ് ഗൈസ്. എത്ര മീനെ കിട്ടുമെന്ന് ചൂണ്ടയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. എൻ്റെ മോള് ചൂണ്ടുണ്ടോ? കൂടുതലേ കാസ്റ്റ് ചെയ്യണമല്ലോ. നല്ല കാസ്റ്റ് ചെയ്യും. ആദ്യത്തെ എയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഗൈസ്. അങ്ങ് ചെന്നോ അതോ? കറക്ക് കൊണ്ടുപോകണ്ട. ഒരു ദിവസമല്ലേ ഉള്ളൂ. തിരിച്ചു
എന്തൊക്കെയായിരുന്നു? റോഡ് പഠിച്ച് മലപ്പുറം കത്തി, കോഴിക്കോടൻ അലുവ, നെയ്മീന്, എന്താ വേറെന്തായിരുന്നു? എന്തായാലും ഞണ്ട് മര്യാദക്ക് വീട്ടിലായിരുന്നു. റോഡും തല്ലി പൊട്ടിച്ച് മഹാൻ. എപ്പോഴാ വീട്ടിൽ പോകുന്നതിന്? നമുക്ക് കിട്ടിയില്ലേലും ബാക്കി മീൻ പിടിക്കാൻ വന്നവരെല്ലാം മീൻ പിടിച്ചിട്ട് പോയി. ബട്ട് വി ആർ സ്റ്റിൽ ഹിയർ. ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് വി വിൽ ഗെറ്റ്. പരിശ്രമത്തിന് ശേഷം കിട്ടി കാണിച്ചടാ. പിടിക്കടാ. ഇല്ല മീൻ പിടിക്കണം. നീ മീൻ പിടിക്കും. മീൻ പിടിക്കാൻ എന്താ നീ കരുതാൻ പൊക്കി കവർ കൊണ്ടുവരും. എന്തിയാക്കുണ്ടോ? നമുക്ക് അവൻ്റെ കൂടെ പെട്ടി മതി. സഹായിക്കൂ. ഇല്ല അങ്ങനെ കവർ കാണിക്കേ. വലിയ മീനാ. വലിയ മീനൊക്കെ എടുത്ത് മോനെ ബിഗ് മോനെ ബിഗ്. ആ എന്നാ പിടിച്ചോ. ജിൻസ് എവിടെ? ജിൻസേ മറ്റേ ഇത് ബൈറ്റാ. അത് മീനാ. പാൽപ്പഴ തീർച്ചയായും പോകും. ജിൻസ് എനിക്കറിയാം. ജിൻസിന്റെ ബൈക്കാണ്. ഓക്കെ അങ്ങനെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആൻഡ് ഏകദേശം ഒരു 4-5 മീൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അത് അവർ റെഡി ആയിക്കോളും. ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ടു. അങ്ങനെ എന്നെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് അവർ പോവും. സോ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ആൻഡ് വി ആർ അബൌട്ട് ഗെറ്റിംഗ്. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.